വിദ്യാഭ്യാസ വകുപ്പിലെ സുപ്രധാന തസ്തികയായ സമഗ്ര ശിക്ഷാ കേരളം ഡയറക്ടർ നിയമനത്തെ ചൊല്ലി വിവാദം പുകയുകയാണ്. ലീഗ് ഉപസമിതി നൽകിയ പേര് മറികടന്ന് ഇടത് അധ്യാപക സംഘടനാ ബന്ധമുള്ള ഡോക്ടർ മോഹൻകുമാറിന് നിയമനം നൽകിയതിനെ ചൊല്ലിയാണ് ഈ വിവാദം. ലീഗ്, കോൺഗ്രസ് അധ്യാപക സംഘടനകൾ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിലെ സുപ്രധാന തസ്തികയായ SSK ഡയറക്ടറുടെ നിയമനത്തെ ചൊല്ലിയാണ് ലീഗ്, കോൺഗ്രസ് അധ്യാപക സംഘടനകളിൽ വിമർശനം ശക്തമാകുന്നത്. ഇടത് കോളേജ് അധ്യാപക സംഘടനയായ AKPCTA അംഗമായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മോഹൻകുമാറിനെയാണ് SSK ഡയറക്ടറായി നിയമിച്ചത്. ഇടത് സർക്കാരിൽ സ്കോൾ കേരള വൈസ് ചെയർമാനായും മോഹൻകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. SSK ഡയറക്ടർ സ്ഥാനത്തേക്ക് ലീഗ് അധ്യാപക സംഘടനയായ KHSTU സംസ്ഥാന പ്രസിഡന്റ് നിസാർ ചേലേരിയുടെ പേരായിരുന്നു പാർട്ടി ഉപസമിതി നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് പാർട്ടി പേര് വെട്ടി മോഹൻകുമാറിന് നിയമനം നൽകിയതിന് പിന്നിലെന്നാണ് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന ആരോപണം. എന്നാൽ സ്വന്തം പാർട്ടിയുടെ തന്നെ നിർദ്ദേശം മറികടന്ന് ലീഗ് നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് മോഹൻകുമാറിന്റെ പേര് വന്നതെന്നും സൂചനയുണ്ട്. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ മോഹൻകുമാർ എക്സാമിനേഷൻ ജോയിന്റ് ഡയറക്ടറായിരുന്നു. ലീഗിലെ ചില കേന്ദ്രങ്ങളുടെ തന്നെ പിന്തുണയോടെയാണ് ഇദ്ദേഹം തുടർച്ചയായി ഉന്നത പദവികളിൽ എത്തുന്നതെന്നാണ് ആക്ഷേപം. വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാന തസ്തികകളായ SCRT ഡയറക്ടർ, സ്കോൾ കേരള, CMAT എന്നീ നിയമനങ്ങളും നീണ്ടുപോവുകയാണ്. പാർട്ടി ലിസ്റ്റ് മറികടന്ന് നേതാക്കളുടെ താൽപ്പര്യങ്ങൾ നടപ്പാക്കാനാണ് നിയമനം വൈകുന്നതെന്നും ആക്ഷേപമുണ്ട്. SSK ഡയറക്ടർ നിയമനത്തിനെതിരെ കോൺഗ്രസ് അധ്യാപക സംഘടനകൾ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.